പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 9 ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ വിടുവിച്ച് അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ അങ്ങയുടെ സ്നേഹത്തിന് സ്തോത്രം 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 സ്തോത്രം. അപ്പാ, രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യം വലുതാകിയാൽ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, 71 സങ്കീർത്തനം 5 വാക്യം, യഹോവയായ കർത്താവേ, അങ്ങൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ കർത്താവിൻ്റെ ആശ്രയം തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് പറയാം അതിൻ്റെ 14 വാക്യം, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും, എൻ്റെ വായ ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും, അവരുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. 23 വാക്യം, ഞാൻ കർത്താവിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും കർത്താവ് വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഈ പകൽക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും ഇന്ന് സഭായോഗങ്ങൾ നടക്കുക. കർത്താവിൻ്റെ മഹിമ വെളിപ്പെടണമേ, അങ്ങനെ അസാധാരണ സാന്നിധ്യം വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നത്തെ സഭായോഗങ്ങളിൽ വെളിപ്പെടുകയും ജനം വിടുവിക്കപ്പെടുകയും ജനം ആത്മാവിൽ നിറയുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഇടവരുകയും ചെയ്യണം. അഭിഷക്തന്മാർ ദൈവഹിതപ്രകാരം ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവരെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെർട്ടിഗോയാൽ ബുദ്ധിമുട്ടുന്നവർ, തലകറക്കത്താൽ ബുദ്ധിമുട്ടുന്നവർ, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ നന്ദിയോടെ സ്തോത്രം. അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സ്വസ്ഥത ഇപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ മറ്റ് എല്ലാ ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. ദിവസങ്ങളായി കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ, കുടുംബ കലഹത്താൽ നിറഞ്ഞ് കുറേ ദിവസങ്ങളായി സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഭവനങ്ങൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അവിടേക്ക് സമാധാനം ഉണ്ടാകട്ടെ. അസമാധാനത്തിൻ്റെ സ്പിരിറ്റിനെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്നു. ദൈവിക സമാധാനം കുടുംബത്തിനകത്ത് നിറയട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഗെയിംസിന് അഡിക്റ്റഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ മൂവീസ് കണ്ട് ഗെയിംസ് കളിച്ച് അവൻ മനോനില തെറ്റിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ, സ്വസ്ഥമാകട്ടെ. അതിൻ്റെ പിന്നിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അതുപോലെ മറ്റ് ആവശ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നാളെ മുതൽ തുടങ്ങുന്ന നമ്മുടെ റിവൈവൽ ഫെസ്റ്റിവലിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവിക കൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം യെരമ്യാവിൻ്റെ പുസ്തകം 11 18 വാക്യമാണ്. ജെറമ്യ ചാപ്റ്റർ 11 വേഴ്സ് 18. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അതറിഞ്ഞു. അപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയതിനാലാണ്, അറിഞ്ഞെന്നാണ്.
പരിശുദ്ധാത്മാവോടെ നമുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് പല കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല കാരണങ്ങളും എന്തുകൊണ്ടാണത് സംഭവിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ വിജയം നേടാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് നിരന്തരമായ തോൽവി വരുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. സങ്കീർത്തനക്കാരൻ 25-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, ഇപ്പോൾ എവറി ടൈം എല്ലാ ടൈം നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് പരാജയപ്പെടുക, നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു, പിന്നെയും പലരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ ഇതിൻ്റെ കാരണം എന്നാ, ഈ നിരന്തര പരാജയത്തിൻ്റെ കാരണം എന്നാ, ഈ നിരന്തരമായ പ്രശ്നം ലൈഫിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്നാ, അല്ലെങ്കിൽ ഇതിനൊരു നീക്കുപോക്ക് വരാത്തതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ കർത്താവിനോട് ചോദിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ആ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും. നമ്മൾ നോക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഓപ്പൺ ഡോർസ്, വാതിലുകൾ എവിടെയെങ്കിലും ശത്രുവിന് കയറുവാനും പ്രവർത്തിക്കുവാനും തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വാതിലുകൾ തുറന്ന് കിടപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, 23-ാമത്തെ 24-ാമത്തെ വാക്യം, ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ ഒന്ന് അറിയണം, എന്നെ ഒന്ന് പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ ഒന്ന് അറിയണം, വ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലും എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ, അല്ലെങ്കിൽ എന്നെ നടത്തണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഏതെങ്കിലും വാതിലുകൾ ശത്രുവിന് കയറി പ്രവർത്തിക്കാൻ തക്കവണ്ണം വാതിലുകൾ തുറന്നു കിടന്നാൽ നമ്മൾ പിന്നെ എത്രയൊക്കെ ഫെയ്ത്ത് പറഞ്ഞാലും, എന്തൊക്കെ പ്രാർത്ഥനകൾ നടത്തിയാലും, പ്രൊക്ലമേഷൻസ് നടത്തിയാലും നമുക്ക് അതിനകത്ത് വിജയം നേടാൻ കഴിയത്തില്ല. ആമേൻ. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, യുദ്ധസമയത്ത് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ജോഷുവയ്ക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക. എന്തുകൊണ്ടാണ് യുദ്ധം തോക്കുന്നത്? ജോഷുവയുടെ പുസ്തകം 7-10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അവർ തോൽക്കുവാൻ കാരണമായത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്താണ് ആ പരാജയത്തിന് കാരണം, എന്തുകൊണ്ടാണ് ആ ഉയർച്ച വരാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നിരന്തരമായി വാതിലുകൾ അടയുന്നത്, ആമേൻ, എന്തുകൊണ്ടാണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്? അത് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. അത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെ നമ്മൾ ചെയ്യുമ്പോഴാണ് എനിമി അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിമിക്ക് എൻട്രി ചെയ്യാൻ തുറന്നു കൊടുത്തിരിക്കുന്ന വാതിലുകൾ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് കൂടുതൽ ഗ്ലോറിയസ് ആയി തീരുകയുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അതിനായിട്ട് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് കർത്താവ് നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നിങ്ങളെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യട്ടെ. നമ്മളിരുന്ന് ചോദിക്കണം, കർത്താവിൻ്റെ ആത്മാവേ അങ്ങ് എനിക്കൊന്ന് പറഞ്ഞതാ, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകൾ പറ്റിയിരിക്കുന്നത് എന്നെ കാണിച്ചു തരണം. എനിക്ക് ആ വാതിലൊന്ന് അടയ്ക്കാനായിട്ട്, ഏത് വഴിക്കൂടാ കയറുന്നത്, ആ വാതിലൊന്ന് അടയ്ക്കാൻ എന്നെ ഒന്ന് കാണിച്ചു തരണമെന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നാം വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും.